ഞാൻ റബ്ബിനോട് ചോദിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അത് എത്രയോ ആളുകൾ പറയാറുണ്ട്. കുറേ നാളായിട്ട് ഞാൻ റബ്ബിനോട് ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ആ ചോദിച്ച സാധനം അപ്പം തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ചോദിച്ചു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവൻ പ്രാർത്ഥനയിൽ ധൃതി കാണിച്ചു എന്നാണ്. പറയാൻ പാടില്ല. എത്രയോ ആളുകൾ പറയാറുണ്ട്, ഞാൻ റബ്ബിനോട് കുറേ ചോദിച്ച് പക്ഷെ കിട്ടിയില്ല. പറയാൻ പാടില്ല. അത് ഇസ്തിഅജാലാണ്, പ്രാർത്ഥനയിൽ ധൃതി കാണിക്കലാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ ധൃതി കാണിച്ചാൽ അള്ളാഹു ഉത്തരം നൽകൂല. മറ്റൊരു ഹദീസിൽ കാണാം, യഖൂലു ദഅഉതു, ഞാൻ കുറെ പ്രാർത്ഥിച്ചു, ഫലമറ യുസ്തജാബുലി, പക്ഷെ എനിക്ക് ഒന്നും ഉത്തരം കാണാൻ കഴിഞ്ഞില്ല. ഫയസ്തഹ്സിറു ഇൻദ ദാലിക്, അങ്ങനെ അവൻ നിരാശനായിക്കൊണ്ട് വയത്റുക്കു ദുആ, അവന്റെ ദുആ അങ്ങ് ഉപേക്ഷിക്കും. അല്ലേ? എത്രയോ ആളുകൾ മക്കളെ കിട്ടാൻ വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചു, അവസാനം ഇനി കിട്ടുമെന്ന് തോന്നില്ല, അങ്ങനെ പ്രാർത്ഥന അവസാനിപ്പിച്ചവരില്ലേ? എത്രയോ ആളുകൾ ചില കാര്യങ്ങൾ, ഒന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്രയോ നാൾ പ്രാർത്ഥിച്ചു, ഒന്ന് ഉംറക്ക് പോകാൻ വേണ്ടി, കഅബ കാണാൻ വേണ്ടി എത്രയോ തവണ പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമം നടക്കാതെ വന്നപ്പോൾ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിച്ചവർ. അപ്പം പരാതി പറയാറുണ്ട് പലപ്പോഴും, ഞാൻ കുറേ പ്രാർത്ഥിച്ച് കിട്ടില്ല. പറയരുത്. ചിലപ്പോൾ അത് ഓൾറെഡി ആ പ്രാർത്ഥിച്ച സ്പോട്ടിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് അള്ളാഹു പരലോകത്തേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് വരാനിരിക്കുന്ന ഒരു വലിയ മുസീബത്ത് തടുത്തിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കുക, നമുക്കറിയില്ല. അള്ളാഹു ആലം, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പൊ ധൃതി കാണിക്കാൻ പാടില്ല പ്രാർത്ഥനയിൽ. ധൃതി കാണിക്കാത്തിടത്തോളം അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇനി നോക്കൂ, മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകാതെ ഒരാളെ നിരാശയോടെ പറഞ്ഞയക്കുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങേയറ്റം ലജ്ജയുള്ളൊരു കാര്യമാണ്. അള്ളാഹുവിന് ലജ്ജയുള്ളൊരു കാര്യമാണ്. 2 കൈകൾ നീട്ടി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എന്നിട്ട് അള്ളാഹുവിന്റെ 2 കരങ്ങളെയും ശൂന്യമായി തിരിച്ചയക്കാൻ ഇന്നല്ലാഹ യസ്തഹീ എന്നാണ്. അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അള്ളാഹു ലജ്ജിക്കുന്നു. അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹുവിന്റെ ലജ്ജ എങ്ങനെയാണ്? ഒന്ന്, ഒരാൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു, എന്നിട്ട് അള്ളാഹു അത് കൊടുക്കാതെ അവനെ വെറും കൈയോടുകൂടി പറഞ്ഞയച്ചാൽ ഇന്നല്ലാഹ തആല ലയസ്തഹീ, അള്ളാഹു ലജ്ജിക്കും. അയ്യബ്സുതൽ അബ്ദു ഇലൈഹി യദൈഹി, തന്റെ 2 കരങ്ങളും അള്ളാഹുവിലേക്ക് നീട്ടി, യസ്അലുഹു ഫീഹിമാ ഖൈറൻ, ആ 2 കൈകൾ നീട്ടിയത് ഖൈർ ചോദിച്ചുകൊണ്ടാണ്. ഫയറുദ്ദുഹുമാ ഖായിബതൈൻ, അത് ഒഴിഞ്ഞ കൈകളായിട്ട് പറഞ്ഞേക്കാൻ, ശൂന്യമായ കൈകളായി പറഞ്ഞേക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ്. അതിന്റെ അർത്ഥം അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന്. അപ്പൊ 2 കൈകൾ അള്ളാഹുലേക്ക് നീട്ടിയ ഒരു മനുഷ്യന്റെ കൈകൾ വെറുതെ അള്ളാഹു പറഞ്ഞേക്കൂല. ആലോചിച്ചു, അള്ളാഹു ഇത്രയേറെ ഓഫർ നൽകിയ ഏത് ഇബാദത്ത് വേറെ ഉണ്ട്? ചോദിക്കാനാ പറയണത്.